ഈ സ്കൂൾ കുട്ടികളുടെയും കോളേജ് കുട്ടികളുടെയും അതുപോലെയുള്ള സാമൂഹ്യ പരിപാടികൾക്കൊക്കെ നമ്മുടെ സമൂഹത്തിലെ ഈ മന്ത്രിമാരായ മാമന്മാരും പിന്നെ അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കളായ മാമന്മാരും ഒക്കെ പോയി അവരോട് പറയും സഹിഷ്ണുത വേണം, സത്യസന്ധത വേണം, ചേർന്ന് നിൽക്കണം, നമ്മളെല്ലാവരും ഒരു ടീമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാറുണ്ട്. മലയാളികൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിലുണ്ടായ ഏറ്റവും വലിയ ശ്രദ്ധേയമായ സംസ്ഥാനത്തിൻ്റെ ഒരു വികസന നാഴികക്കല്ലായ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കൂടി കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ്, ഞങ്ങളുടെയൊക്കെ പങ്ക് അതിനകത്തുണ്ട്, എല്ലാവരും അതിനകത്ത് വേണ്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ്? ഇത് സത്യം പറഞ്ഞാൽ 2 ദിവസമായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലുമൊക്കെ ഇതിൻ്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ വേണ്ടി നടത്തുന്ന അടികളും തർക്കങ്ങളും കണ്ട് വല്ലാതെ ചിരിച്ചുപോയി. ഇത്ര ചെറുതാകാൻ പാടുണ്ടോ വികസനത്തോടുള്ള നമ്മുടെ സമീപനം? നമ്മുടെ രാഷ്ട്രീയം വല്ലാണ്ടൊരവസ്ഥയിലായി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല. ഞാനിന്ന് മുഴുവൻ ചിന്തിച്ചത് അതിനെക്കുറിച്ചാണ്. ഇത്തരമൊരു പദ്ധതി വരുമ്പോൾ അതാദ്യമായി വിഭാവനം ചെയ്തവരുണ്ടാവും, അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചവരുണ്ടാവും, ആ ആശയത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചവരുണ്ടാവും, അതിൻ്റെ തുടക്കം കുറിച്ചവരുണ്ടാവും, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തവരുണ്ടാവും, വേഗത്തിൽ പൂർത്തിയാക്കിയവരുണ്ടാവും, അവസാനം ഉദ്ഘാടന സമയത്ത് അതിൻ്റെ സ്ഥാനത്തിരിക്കുന്നവരുണ്ടാവും. ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിൽ വ്യത്യസ്തരായ ആളുകളുടെ ഒരുപാട് സംഭാവനകൾ, ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ഇതിലുണ്ടാവും. ഇത് ഞങ്ങളെല്ലാവരും കൂടിയാണ്, നമ്മളെല്ലാവരും കൂടിയാണ് എന്നൊന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളിൻ്റെ മഹത്വം വർദ്ധിക്കുകയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് എന്ത് മഹത്വമാണ് പറയുന്നവർക്ക് കിട്ടുക? പിണറായി വിജയൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പങ്ക് ഇതിൽ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവർക്ക് എന്ത് മഹത്വമാണ് കിട്ടുക? ഇന്ന് രാവിലെ മുതൽ ഇത് നടക്കുകയാണ്. ആകെ ഇതിൻ്റെ പങ്കെടുക്കാൻ വരാതിരുന്ന ഒരാൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പഴയ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാറാണ്. അദ്ദേഹം ഇതുവരെ എൻ്റെ പങ്ക് ഞാനിതിൽ എന്ന് പറഞ്ഞതായി കേട്ടിട്ടേയില്ല. ബാക്കി എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്താ നടത്തുന്നത്? സാക്ഷാൽ ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച വികസനകാര്യ ഉപദേഷ്ടാവ് KV തോമസ് സാറ് അദ്ദേഹത്തിൻ്റെ ഒരു പങ്കിനെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളോടൊരു കുറിപ്പുമായി വന്നു. പിന്നെ നമ്മുടെ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ പിതാവ് മാണി പ്രസംഗിച്ച ഒരു സംഗതിയുമായി വന്നു. തിരുവനന്തപുരം MP ശശി തരൂർ അദ്ദേഹം പ്രസംഗിച്ച ഒരു സംഗതിയുമായി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ ഒരു സംഗതിയുമായി വന്നു. ചാണ്ടി ഉമ്മനും അതുപോലെ UDF കേന്ദ്രങ്ങളും ഉമ്മൻചാണ്ടി സാറ് ചെയ്ത കുറേ കാര്യങ്ങളുമായി വന്നു. ഒരാൾ പോലും മറ്റൊരാളിൻ്റെ സംഭാവനയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ മലയാളികളെ കബളിപ്പിക്കാൻ പറ്റുമോ? ഇത്രയും വലിയൊരു പദ്ധതി തുടങ്ങുമ്പോൾ ആരുടെയെല്ലാം പങ്കാളിത്തം അതിലുണ്ടാവും? ഇപ്പോൾ ബഹുമാന്യനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇത് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചതാണെന്നും അദ്ദേഹത്തിൻ്റെ കൂടി ആശയമായിരുന്നു എന്നും പറയുന്നത് കൊണ്ട് വലുതാവുകയല്ലാതെ ചെറുതാവുമോ? ഇനി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലും കാര്യങ്ങളുമൊക്കെ ഉമ്മൻചാണ്ടി സാർ തുടങ്ങിയതാണെങ്കിലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിൽ ജാഗ്രത കാട്ടി അത് വേഗത്തിൽ പൂർത്തിയാക്കി എന്ന് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും കുറവ് വരുമോ? ഇതൊക്കെയല്ലേ നിങ്ങൾ പറയുന്ന സമന്വയത്തിൻ്റെ രാഷ്ട്രീയം? ഇതിപ്പോൾ ആകെ നമ്മൾ സാധാരണ പറയൂലേ, ചിലർക്കില്ല കാത്തിരുന്ന് 10 കൊല്ലം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ കയ്യും കാലും തലയും എല്ലാവരും കൂടി പിടിച്ചു വലിക്കുന്നത് പോലെ ബാക്കി ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ എന്തെല്ലാം നടക്കുന്നു? 4 വർഷം 5 വർഷം കൊണ്ട് തുടങ്ങി പൂർത്തിയാവുന്ന പദ്ധതികളുണ്ട്, തുടക്കം കുറിക്കുന്ന പദ്ധതികളുണ്ട്. നമ്മളൊക്കെ ഈ പറയുന്ന മദ്രാസിലോ ചെന്നൈയിലോ അല്ലെങ്കിൽ അതുപോലത്തെയുള്ള മെട്രോ നഗരങ്ങളിലൊക്കെ ചെന്നാൽ ഒരു 3 കൊല്ലം മുമ്പ് പോയി കണ്ട നഗരമല്ല ഇപ്പം നമ്മൾ പോയി കാണുന്നത്. നമ്മുടെ ഇവിടെ 15-20 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് പൂർത്തിയാകുന്നതിന് ഇത്രയും തല്ലുപിടുത്തം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ?